കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കല്യാണി കിരണും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോ അവിടെ വെച്ച് ഭാനുമതി മുത്തശ്ശീനെ പ്രകാശനെ കൂടെ കാണുവാണ്. പിന്നീട് പ്രകാശം ഭയങ്കര വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് കല്യാണിയും കിരണോടും ഒക്കെ. ഇതൊക്കെ കേട്ടിട്ടൊന്നും അവർക്ക് രണ്ടുപേർക്കും ഒരു കുലുക്കവും ഇല്ലായിരുന്നു. പിന്നീട് കിരൺ പറഞ്ഞു, എന്ത് കല്യാണം നടക്കുമെന്നോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ കല്യാണം നടക്കുവാണെങ്കിൽ നിങ്ങൾ പറയുന്നൊക്കെ ഞങ്ങൾ അനുസരിച്ചാക്കാന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, നിനക്കൊരു വിചാരമുണ്ട്, ഈ കല്യാണം മുടങ്ങുന്നു. പക്ഷെ വെറുതെയാടാ, നീയൊക്കെ എത്ര മുടക്കാൻ നോക്കിയാലും ഈ കല്യാണം ഒരിക്കലും മുടങ്ങാൻ പോകുന്നില്ലെന്ന് പറയാം. അതെ, കല്യാണം മുടങ്ങൂല്ലേ നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പോ കോടതി വെച്ച് നമുക്ക് കാണാന്ന് പറയാണ്. കാരണം ആദ്യ ഭാര്യ നിൽക്കില്ലെന്ന് ചോദിക്കുക. ആദ്യ ഭാര്യ ഉണ്ട്, അത് മാത്രല്ല ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചിട്ട് 10-25 വർഷം ഈ നിൽക്കുന്ന കല്യാണിന്റെ അമ്മയെ ചതിച്ചവനല്ലേ നിങ്ങളെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഭാനുമതി മുത്തശ്ശി പ്രകാശനൊന്ന് ഞെട്ടുവാണ്. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, നിന്നോടൊക്കെ ആര് ഈ കള്ളക്കഥകളൊക്കെ പറഞ്ഞിടാന്ന് ചോദിക്കുകയാണ്. എല്ലാ കഥകളും ഞങ്ങൾ അറിഞ്ഞു. ലക്ഷ്മി അമ്മ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു പറയാം. പ്രകാശം പറഞ്ഞു, അവള് എനിക്കറിയാം, നീയൊക്കെ കൂടി അവളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തേന്ന്. നിന്റെയൊക്കെ ശിങ്കിടി അല്ലേടാ അവള് വായെടുത്ത കള്ളത്തരം മാത്രമേ പറയുള്ളൂ. നീ എല്ലാം കൂടെ കൊണ്ടുവന്നല്ലേ അവളെ ഇങ്ങോട്ടെന്ന് ചോദിക്കാം. ഇനി ഞങ്ങളുടെ മുന്നിൽ മറച്ചു വെച്ചിട്ട് കാര്യമില്ല പ്രകാശ. കാരണം മറ്റൊന്നുമല്ല, സത്യാവസ്ഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പൊ കൂടുതൽ തെളിവുകൾ വേണമെന്ന് ചോദിക്കുക. ഇനിയിപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാൻ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡില് ഇതേ നിങ്ങൾ ജയിലഴികൾക്കുള്ളിലാവും. ഉറപ്പായിട്ടും അത് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഒരിക്കലും നിനക്കിനി കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരു രജിസ്റ്റർ മാരേജ് ഒന്നും നടത്താനും പറ്റില്ല. കാരണം ആ സമയത്ത് ലക്ഷ്മിയമ്മ കൊടുത്ത കേസ് ഇപ്പോഴും കിടക്കുക. അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പറയാണ്, ഒരിക്കലും നടക്കാത്ത ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട്. ഇത് കേട്ടതും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയാടാ, നീയൊക്കെ തന്നെ ഇതിന്റെ പിന്നില്. നീ ഒന്നും ഒരിക്കലും കുണം പിടിക്കാൻ പോകുന്നില്ലടാ. നീയൊക്കെ നശിച്ച് നാരായണക്കല്ല് പിടിക്കത്തോളെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് കല്യാണി പറഞ്ഞു, അതെ, കാക്കപരാഗി എത്ര പോത്താ ചത്തിരിക്കുന്നത്, ഞങ്ങൾ അത്ര അങ്ങോട്ട് കണക്ക് കൂട്ടിക്കോളാം മുത്തശ്ശി എന്ന് പറയാം. ഇതിനകത്തൊന്നും വലിയ കഥയില്ല. ഇനിയിപ്പൊ എത്ര പ്രാഗി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ജനിച്ചപ്പോ മുതലേ മുത്തശ്ശിയുടെ പ്രാക്ക് കേട്ട് വളർന്നാലേ എന്നിട്ട് ഞാൻ നശിച്ചു പോയോ? ഇല്ലല്ലോ, എനിക്ക് കിരണേട്ടനെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടി, നല്ലൊരു കുഞ്ഞിനെ കിട്ടി, സ്നേഹമുള്ളൊരു അമ്മേനെയും. പിന്നെ കിരണേട്ടന്റെ അച്ഛനും അമ്മേനും അതുപോലെ തന്നെയാ. മുത്തശ്ശി പ്രാഗിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് ചോദിക്കാം. അതുകൊണ്ട് മുത്തശ്ശിയുടെ പ്രാക്കൊന്നും ഒരിക്കലും ഏൽക്കാൻ പോകുന്നില്ലെന്ന് പറയാം. പ്രകാശം പറഞ്ഞു, നീ അങ്ങനെ ജയിച്ചെന്ന് കൂട്ടണ്ടേ. ഒരിക്കലും നീ ജയിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ എന്റെ മകന് കമ്പനിയുടെ MD നിനക്കറിയാവോ? അധികം വൈകാതെ നിന്റെയൊക്കെ കമ്പനി തകർന്ന് തരിപ്പണമായി പോകുന്നു പറയണം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, ആയിക്കോട്ടെ, കമ്പനി തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ടെങ്കിൽ 3-4 തലമുറയ്ക്ക് ഉള്ള സ്വത്ത് എന്റെ അച്ഛനും ഞാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കമ്പനി തകർന്നു പോയാലും കുഴപ്പമില്ല പ്രകാശ, അതോർത്ത് നീ മഞ്ഞുകൊള്ളണ്ട. പക്ഷെ നിന്റെ മോന്റെ ഒന്നും കാര്യം അങ്ങനെയല്ല. നീയൊക്കെ തകരാൻ പോകുന്നുള്ളൂ. ഇത് അതിന്റെ ഒരു ആദ്യ പടിയാ. 1-2 ലക്ഷമല്ല, ലക്ഷങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ പലിശക്കൊക്കെ. മുമ്പ് അതൊക്കെ കല്യാണി കൊടുത്തു തീർത്തു. പക്ഷെ ഇനി കല്യാണി വരത്തില്ല കൊടുക്കാനായിട്ട്. നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന കാർത്തിക ഉണ്ടല്ലോ, അവള് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തെറ്റിന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ഒന്ന് പോടാ അവിടുന്ന്. കാർത്തിക മോളെ കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാ. അതെ, എന്റെ സ്വന്തം ചോരയല്ലെന്നുള്ളൂ. പക്ഷെ എനിക്ക് അവള് മോളാടാ. സ്വന്തം ചോരയിലൊരു മോളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെപ്പോലെ അഹങ്കാരി അവണത്തിന് ഞാൻ കണ്ടിട്ടില്ല. അത് കേട്ടതും കല്യാണി പറഞ്ഞു, കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീ ക്ഷേത്രത്തിലേക്ക് വന്നായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ബാക്കിരനേട്ടാ, ഇവരോട് സംസാരിക്കുന്ന ഭേദം മിണ്ടാതെ പോകുന്ന നല്ലത്. മനസ്സമാധാനമെങ്കിലും കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് കിരണിനെ വിളിച്ചങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഭാനുമതി മുത്തശ്ശി ചെല്ല് നന്നായിട്ട് മനോഹരി പ്രാർത്ഥിക്കുക. നിന്റെ ഒന്നും പ്രാർത്ഥന ഒരിക്കലും ഒരു ദൈവങ്ങളും കേൾക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതി മുത്തശ്ശി പ്രകാശനോട് പറഞ്ഞു, നീ വാടാ മോനെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കുവാണ്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ പ്രകാശ, ആകപ്പാടെ പ്രശ്നത്തിലാകുമോ? ആ കിരണും കല്യാണിയൊക്കെ പറഞ്ഞു കേട്ടോ, അവൾ കേസ് കൊടുത്തിരിക്കുവാണെങ്കിൽ ആകപ്പാടെ പ്രശ്നത്തിലാവൂലോ. നീ കല്യാണം കഴിച്ചിട്ട് നീ അകത്ത് പോയി കിടക്കുമെന്ന് ചോദിക്കാം. എന്റെ അമ്മേ, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്ന് പറയണ. അല്ലട പ്രകാശം, ഞാനുള്ള കാര്യം പറഞ്ഞ സത്യമായിരിക്കോ? എന്റെ ഭഗവാനെ, എത്ര നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ട് എന്താ നമുക്ക് മാത്രം ഇങ്ങനെ എന്തൊരു പ്രതീക്ഷകളൊക്കെ ആയിരുന്നു ചോദിക്കാം. അതെ അമ്മേ, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. പക്ഷെ കല്യാണം നടക്കണം. കല്യാണം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് കാർത്തി മോളെ ഇങ്ങനെ ഓരോ ദിവസം ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം. കല്യാണം നടന്നിട്ട് കാര്യമുള്ളെന്ന് പറയണം. അത് മാത്രല്ല, വിക്രത്തിന് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. അവന്റെ കല്യാണം ഒക്കെ നടക്കണം. വലിയൊരു കോടീശ്വരനെ ആയിരിക്കണം വിക്രം കിട്ടുന്നത് എന്നൊക്കെ പറയണം. മുത്തശ്ശേരൻ ആദ്യം നിന്റെ കല്യാണം നടക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യം ഒക്കെ പറയണം. ആ സമയം ശാരി ആകെപ്പാടെ അസ്വസ്ഥയായിരുന്നു. ശാരി രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുവാണ്. അപ്പൊ സരി ചോദിച്ചു, ഇതെന്താമ്മേ
പതിവിലും വിപരീതമായിട്ട് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോണേ. ആ അത് പിന്നെ എന്തോ രാവിലെ ഒന്ന് പോയേക്കെന്ന് വെച്ചെന്ന് പറയാണ്. കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷം ഇതായിട്ട് ക്ഷേത്രത്തിൽ പോയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് പോയേക്കാന്ന് കരുതിയെന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ സമയം കിരണും കല്യാണിയും ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നു. പിന്നീട് പൂജകൾക്കും വഴിപാടുകൾക്കും ഒക്കെ പൈസയെ കൊടുക്കണം. തിരുമേനി പറഞ്ഞു, അല്ല കല്യാണിന്റെ അച്ഛന്റെ കല്യാണം മുടങ്ങിയല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അത് മുടങ്ങാനുള്ള കല്യാണമായിരുന്നു തിരുമേനി എന്ന് പറയാം. ഞാനും പോയിട്ടുണ്ടായിരുന്നു ആ കല്യാണത്തിന്, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സദ്യ ഉണ്ണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാ കല്യാണം മുടങ്ങിയ കാര്യം അറിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ സദ്യ ഒന്നും കഴിച്ചില്ല, ഇങ്ങോട്ട് പോന്നു പറയണം. അല്ല അയാൾക്ക് വേറെ ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു ചോദിക്കും. ഇത് കേട്ടത് കല്യാണി പറഞ്ഞു, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല തിരുമേനി, ഉണ്ടെന്നൊക്കെ പറയുന്നു പറയണം. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയില്ല എന്ന് പറയാം. അതുകൊണ്ട് കല്യാണം മുടങ്ങിയെന്നൊക്കെ ആദ്യ ഭാര്യയുള്ള ആ സ്ത്രീ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. എന്നാലും ഇയാൾ ഇത്രക്കാരനൊന്നും ആരും വിചാരിച്ചില്ല കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. അല്ല മോളെയും കുറെ ഉപദ്രവിച്ചല്ലേന്ന് ചോദിക്കും. അതിനുള്ള ശിക്ഷയൊക്കെ ഇപ്പോഴായിരിക്കും ദേവി അത് അവർക്ക് കൊടുക്കണേന്നൊക്കെ പറയാണ് തിരുമേനി. അങ്ങനെ അവരെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശാരി വരുന്നത്. ശാരിനെ കണ്ടതും കിരണും കല്യാണി ബന്ധി വരുന്നുണ്ടെന്ന് പറയാണ്. പിന്നെ ശാരിയുടെ അടുത്തേക്ക് ഇരൺ ചെന്നിട്ട് എന്ത് പറ്റി, പതിയിലും വിപരീതമായിട്ട് അമ്പലത്തിലേക്കൊക്കെ വന്നേക്കാന്ന് വെച്ചേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശാരി പറഞ്ഞു, അല്ല അങ്ങനത്തെ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വരാതിരിക്കാൻ പറ്റത്തില്ലോ. മനസ്സിന് നമുക്ക് സമാധാനക്കേട് തോന്നുമ്പോ അല്ലേ വരുന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഇപ്പൊ എന്താ സമാധാനക്കേട് ഉണ്ടാവാനിട്ട്. കിഴൻ പെട്ടെന്ന് പറഞ്ഞു, മൊത്തം സമാധാനക്കേടല്ലേ, ഭർത്താവായിട്ട് സ്വസ്ഥ കൊടുക്കുന്നില്ല. പിന്നെ മരുമോന്റെ കാര്യത്തിൽ ആകെപ്പാടെ ജാമ്യത്തിലല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ശാരി ഒന്ന് ശ്രദ്ധിച്ചു. അല്ല നീ എന്താ കിരണേ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണേ. ഏയ് ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല മരുമോനെ എന്നാ അമേരിക്കക്ക് പോണേന്ന് ചോദിക്കണം. ഇത് കേട്ടത് പറഞ്ഞു, ഉടനെ പോവും. പോയാ കൊള്ളാം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്തോ ഒരു ദ്വയാർത്ഥം വെച്ച് പറഞ്ഞാണെന്നൊരു സംശയം ശാരിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോ താൻ ഉദ്ദേശിച്ച പോലെ എന്തേലും സത്യങ്ങളൊക്കെ ഉണ്ടാവുമോ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ, എന്താ ഏതാണെന്നും അറിയത്തില്ല. പിന്നീട് കല്യാണി പറഞ്ഞു, കിരണേട്ടാ നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി പോകണം. അപ്പോഴേക്ക് ശാരിക്ക് വല്ലാത്ത വെപ്രാളമായി. അല്ലേ തന്നെ മനോഹറിനെ കുറിച്ച് വല്ലാത്ത സംശയ. നിഷ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ മുങ്ങിയതും അതൊക്കെ ഓർത്തിട്ട്, അത് മാത്രമല്ല ഇത്രയും നാളായിട്ട് അമേരിക്കയ്ക്ക് പോകുമെന്ന് പറയുന്നതല്ലാതെ അമേരിക്കയ്ക്ക് പോകുന്ന മട്ടൻ ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനിയിപ്പം തന്റെ ഭർത്താവിനെ പോലെ തന്റെ മരുമോനും തന്റെ മകളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണോ, ആ ചിന്തയൊക്കെ ഉണ്ട്. അങ്ങനെ ദേവിയുടെ അടുത്ത് പോയി മനോഹരി പ്രാർത്ഥിക്കുക, എന്റെ ദേവി അങ്ങനെയൊന്നും ആയിരിക്കരുതേ, എന്റെ മരുമോൻ പാവമായിരിക്കണേ, അവന് വേറെ ഉടായ്പ സ്വഭാവം എന്നുള്ള ആളായിരിക്കണേ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ മോളുടെ ജീവിതം കൂടെ തറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാതെ വേറെ ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേവിയോട് മനോഹരി പ്രാർത്ഥിക്കുക. പിന്നീട് വീട്ടിലേക്ക് വരുവാണ്. വന്നിഞ്ചപ്പത്തേനും രാഹുൽ ചോദിച്ചു, ഇതെന്താ ശരി നീ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയതാ, അതെന്താ എനിക്ക് ക്ഷേത്രത്തിൽ പോയി കൂടെ എന്ന് ചോദിക്കുക. അല്ല രാവിലെ നീ പോയി പതിവില്ല, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം. ഓ ഇപ്പൊ ക്ഷേത്രത്തിനും പോകാൻ പറ്റില്ലല്ലേ, നിങ്ങളുടെ അടുത്തൊക്കെ പിടിച്ചു വെക്കണമെങ്കിൽ ഇങ്ങനെ കുറെ ദൈവവിശ്വാസം ഉണ്ടായിട്ടൊക്കെ കാര്യമുള്ളൂ, അല്ലാതെ പറ്റില്ല എന്ന് പറയണ. അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. എന്നെക്കൂട്ട് കൂടുതലൊന്നും പറയിക്കരുതെന്ന് പറയാണ്. മനുഷ്യൻ ആകെപ്പാടെ ഇവിടെ പുകഞ്ഞു കത്തി ഇരിക്കുക. അല്ല ഇതിന് മാത്രം പുകഞ്ഞു കത്താൻ ഇവിടെ എന്താ പ്രശ്നമുള്ളതെന്ന് ചോദിക്കുകയാണ്. ദേ മനുഷ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ നെഞ്ചിലൊരു നെരിപ്പോട് ഇങ്ങനെ എരിഞ്ഞോണ്ടിരിക്കുവാന്ന് പറയാം. നെരിപ്പോടെ എന്താ, ഇതിനു മുമ്പ് ഇങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, എന്റെ നെഞ്ചിലൊരു നെരിപ്പോട് പോഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ ഇപ്പൊ അതുപോലെ തന്നെ വേറൊന്നും എന്റെ മനസ്സിലേക്ക് കയറി കൂടിയേക്കുക. അതിന്റെ സത്യാവസ്ഥ അറിയുന്നോടം വരെ എനിക്ക് ഊണുമില്ല ഉറക്കമില്ല. എന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം. ഇത് കേട്ടൻ രാഹുലിനൊന്നും മനസ്സിലായില്ല. ഇവൾ എന്തിനെ കുറിച്ചായി പറയണേ എന്ന് വില ഒരു വേള ചിന്തിച്ചു. ഇനിയിപ്പോ തന്നെ കുറിച്ച് എങ്ങാനും ആണോ, അതോ ഇനിയിപ്പോ മനോഹറിനെ കുറിച്ചാണോ, ഒന്നും ഇവളെ അങ്ങോട്ട് വിട്ടു പറയുന്നുമില്ല. പിന്നീട് ശാരി അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് മുറിയില് മനോഹർ കുഞ്ഞിനെയൊക്കെ കൊഞ്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സരയു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ശാരി ഇങ്ങനെ പമ്മിയൊന്ന് നോക്കുവാണ്. അപ്പൊ മനോഹറാണ് കുഞ്ഞിനെ ഭയങ്കര കൊഞ്ചീര അവിടെ ഇട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ശാരി ഇങ്ങനെ മാറി നിൽക്കുക. ശാരിക്കൊന്നും മനസ്സിലായില്ല. ഇനിയിപ്പം ഇവനും തന്നെ ചതിക്കുവാണോ എന്റെ ഭഗവാനെ, അതോ ഇനിയിപ്പം തനിക്ക് തോന്നുന്നാണോ, ഒരു പക്ഷെങ്കില് ആ നിഷേനെ കണ്ടിട്ട് ഇവനെ ഓടാൻ കാരണം ഇവനും അവളും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമൊക്കെ ഉണ്ടോ. ഇതുവരെ ആയിട്ടും ഇവനങ്ങനെ പുറത്തങ്ങനെ അധികം ഫ്രണ്ട്സിനോ അങ്ങനെയൊന്നും താൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല ഇവന്റെ റിലേറ്റീവ്സോ ബന്ധുക്കാരോ ഒന്നും വന്നിട്ടില്ല. അച്ഛനും അമ്മേനെ കുറിച്ചൊന്നും അറിയത്തുമില്ല, ഉണ്ടെന്ന് പറയുന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും അറിയത്തുമില്ല. ഇനിയിപ്പം തന്റെ മോളും വഞ്ചിക്കപ്പെടുവാണോ, അങ്ങനെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ശാരി ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് സരയു ശാരിനെ കണ്ടേ. അമ്മ എന്താ ഇങ്ങനെ വന്ന് നിക്കണേന്ന് നിൽക്കുക. ഒന്നുമില്ല മോളെ, അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറയണേ. അങ്ങോട്ട് വന്ന് അമ്മയുടെ മുഖത്ത് എന്തോ ടെൻഷൻ നിൽക്കുക. ഒന്നുമില്ല, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അമ്മയുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്, എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ശാരി അങ്ങടെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ഈ സമയം കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ദേവി ഉണ്ടായിരുന്നു. ദേവിയുടെ എന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അയാളെ ആ പ്രകാശനെ എന്ന് പറയാണ് ക്ഷേത്രത്തിൽ വെച്ച്.
ഇത് കേട്ട ദീ പറഞ്ഞു, അല്ല എന്തേലും പറഞ്ഞോ മോളെന്ന് ചോദിക്കാം. പറഞ്ഞോന്നോ? അയാളുടെ സ്വഭാവം അറിയാവുന്നല്ലേ അമ്മയ്ക്ക്, കുറെ വെല്ലുവിളിയൊക്കെ നടത്തി ഞങ്ങളും വിട്ടുകൊടുക്കാനായിട്ട് പോയില്ലെന്ന് പറയണം. ഇത് കേട്ടൻ കിരൺ പറഞ്ഞു, നമ്മൾ എന്തിനു മാറി നിൽക്കണം? അയാളുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവില്ല. കല്യാണം മുടങ്ങുമെന്ന് അറിഞ്ഞിട്ട് പോലും അയാൾക്കൊരു കുലുക്കമില്ലെന്ന് പറയണം. ഒന്ന് കല്യാണം മുടങ്ങി, ഇനി ആ കല്യാണം നടക്കില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അയാൾക്കൊരു കൂസലും ഇല്ലെന്ന് പറയണം. അയാളുടെ വിചാരം ആ കല്യാണം വീണ്ടും നടക്കുമെന്ന് ഓർത്തിട്ട് അയാൾ ഇരിക്കണേന്ന് പറയാണ്. ഇത് കേട്ടൻ ദീ പറഞ്ഞു, അയാൾ അങ്ങ് അഹങ്കരിക്കട്ടെ മോനെ, എത്രയെന്ന് വെച്ചാൽ അഹങ്കരിക്കുന്നേ, കുറെ അങ്ങ് അഹങ്കരിക്കട്ടെ. അവസാനം അയാൾക്കിട്ട് കിട്ടാൻ പോകുന്ന പണി, അയാള് തകർന്ന് തരിപ്പണമായിട്ട് നെഞ്ചുപൊട്ടി അവിടെ കിടക്കും. കണ്ടു എന്റെ കണ്ണീരിന്റെ കാരണം, എന്റെ മാത്രമല്ല എന്റെ മോളുടെ എത്രമാത്രം അവള് വേദനിച്ചിട്ടുണ്ടെന്നറിയാവോ? അതിന്റെയൊക്കെ വേദനയെ ശരിക്കും അയാൾ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. അതൊന്നും അനുഭവിക്കാതെ അയാൾ ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല എന്ന് പറയണം. ഇത് കിടന്ന് കല്യാണം, അത് ശരിയമ്മേ, അച്ഛൻ മാത്രമല്ല അനുഭവിക്കേണ്ടേ, ആ വിക്രം ഉണ്ടല്ലോ അവനും. അമ്മേനെ അമ്മാതിരി വാക്കുകളൊക്കെയല്ലേ പറഞ്ഞേ, അവനും തകർന്ന് തരിപ്പണമായി പോകുമേ, അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുമെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.